12 വയസ്സുകാരനെ അമ്മയും ആൺസുഹൃത്തും മർദ്ദിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ നടപടി വരും. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥയാണ് അവർ. നിലവിൽ അവധിയിലാണ്. എങ്കിലും നടപടിയെടുക്കും. റേഷനിംഗ് ഇൻസ്പെക്ടറായിരുന്നു. അഴിക്കുള്ളിലായ അമ്മ 1 വർഷമായി അവധിയിലാണ്. ഒരു യൂട്യൂബ് ചാനലിൽ അവതാരികയായിരുന്നു. അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആൺസുഹൃത്ത് തന്നെ മർദ്ദിച്ചതെന്ന് കുട്ടി പറഞ്ഞു. ഇയാൾ സ്ഥിരമായി വീട്ടിൽ താമസിക്കാൻ എത്താറുണ്ടെന്നും ഇയാൾ മർദ്ദിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റെന്നും കുട്ടി പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥയായ 37കാരിയും സ്വകാര്യ യൂട്യൂബ് ചാനൽ ജീവനക്കാരനായ സുഹൃത്ത് തിരുവനന്തപുരം വാമനപുരം കല്ലറ സൗപർണിക വില്ലയിൽ സിദ്ധാർത്ഥ് രാജീവുമാണ് എളമക്കര പോലീസിന്റെ പിടിയിലായത്. ഇയാൾ ABC ചാനലിൽ വീഡിയോ എഡിറ്ററായിരുന്നു. പിന്നീട് അവതാരകനായി. ഇതിനിടയിലാണ് അമ്മയുമായി പരിചയപ്പെടുന്നത്. വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ ഇടപെടലിലാണ് കേസുണ്ടാകുന്നത്. മർദ്ദനമേറ്റ കുട്ടി കൊച്ചിയിലെ പ്രധാന സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ വച്ച് ഇളയമ്മയെ കണ്ടു. അവരോടാണ് കുട്ടി തനിക്കുണ്ടായ അനുഭവം പറയുന്നത്. അങ്ങനെയാണ് അച്ഛൻ വിവരം അറിയുന്നത്. അച്ഛനെത്തി പരിക്ക് ബോധ്യപ്പെട്ട് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെ ഡോക്ടർമാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അമ്മയുടെ അനുജത്തിയാണ് സംഭവം പുറത്തു കൊണ്ടുവന്നത്. അറസ്റ്റിലായത് സിവിൽ സപ്ലൈസ് ജീവനക്കാരിയാണെന്ന് സർക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതോടെയാണ് നടപടികൾക്കുള്ള ഫയൽ നീക്കം തുടങ്ങുന്നത്. അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്യും. അതിനിടെ നടപടികൾ ഒഴിവാക്കാനും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസ് ജീവനക്കാരിക്കെതിരെ കേസ് വന്നത് ഔദ്യോഗികമായി ആരും അറിയിച്ചിട്ടില്ലെന്ന വാദത്തിൽ രക്ഷിച്ചെടുക്കാനാണ് നീക്കം. അതിനിടെ കുട്ടി ഇപ്പോഴും അച്ഛന്റെ സംരക്ഷണയിലാണ്. കുടുംബ പ്രശ്നങ്ങളിലെ പ്രതികാരമാണ് കേസെന്ന വാദമുയർത്താൻ അറസ്റ്റിലുള്ള പ്രതിയും നീക്കം തുടങ്ങിയിട്ടുണ്ട്. മർദ്ദനമേറ്റ കുട്ടിയുടെ കയ്യിൽ മൊബൈലില്ല. അതുകൊണ്ട് തന്നെ അച്ഛനുമായി ബന്ധം സ്ഥാപിക്കുകയും ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ ആരും ഒന്നും അറിയില്ലെന്നായിരുന്നു അമ്മ കരുതിയത്. വേദന അനുഭവിക്കുന്നതിനിടയിലാണ് അമ്മയുടെ അടുത്ത ബന്ധുവിനെ സ്കൂളിൽ വെച്ച് കുട്ടി കാണുന്നത്. ഇവരുടെ മകനും ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അമ്മയുമായി തെറ്റി അച്ഛൻ വിവാഹമോചനം നേടുകയായിരുന്നു. 5 കൊല്ലം മുമ്പായിരുന്നു ഇത്. 2 കൊല്ലം മുമ്പ് വരെ കുട്ടിയും അച്ഛനൊപ്പമായിരുന്നു. പിന്നീട് അമ്മ കൂട്ടിക്കൊണ്ടുപോയി. അച്ഛനും വേറെ വിവാഹം കഴിച്ചു. പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനത്തിൽ കുട്ടിയുടെ സംരക്ഷണം പ്രത്യേകിച്ച് ആർക്കും കോടതി കൊടുത്തിരുന്നില്ല. എങ്കിലും 2 വർഷമായി അമ്മയോടൊപ്പമായിരുന്നു കുട്ടിയുടെ താമസം. 2 വർഷമായി അമ്മയോടൊപ്പം കലൂരാണ് താമസിക്കുന്നത്. ആ ചേട്ടൻ ഇടയ്ക്കിടെ വീട്ടിൽ താമസിക്കാൻ വരുമായിരുന്നു. കഴിഞ്ഞ 2 മാസമായി സ്ഥിരമായി ഞങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. ആ ചേട്ടൻ അന്ന് ദേഷ്യം വന്നപ്പോൾ കഴുത്തിൽ പിടിച്ച് ബാത്റൂമിന്റെ സൈഡിലേക്ക് ഇട്ടു. എന്റെ ഷോൾഡർ അവിടെ പോയി ഇടിച്ചു. കൈ പിടിച്ച് ഉടച്ചായിരുന്നു. ശേഷം അമ്മയെ വിളിച്ച് അപ്പുറത്തെ മുറിയിൽ പോയി. എനിക്ക് അമ്മയോടൊപ്പം കിടക്കണമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അമ്മയെ കുറെ തവണ വിളിച്ചപ്പോൾ അമ്മയ്ക്കും ദേഷ്യം വന്ന് എന്നെ കൈവച്ച് മാന്തി. ഞാൻ കരഞ്ഞ് അപ്പുറത്തെ മുറിയിൽ പോയി കുറച്ചു നേരം കിടന്നു. ഇതിനു മുമ്പും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മ അയാളെ ഇതുവരെ പിടിച്ചു മാറ്റുകയൊന്നും ചെയ്തിട്ടില്ല. കുട്ടി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എനിക്ക് വാശിയാണെന്നും സമ്മതിച്ചു കൊടുക്കേണ്ടെന്നും പറഞ്ഞത് അമ്മയുടെ അടുത്തു കിടന്ന ചേട്ടനാണെന്നും കുട്ടി പറഞ്ഞു. ഭർത്താവുമായി 2021 ബന്ധം വേർപിരിഞ്ഞ യുവതിയും 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും എളമക്കര പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസം. 1 മാസമായി യുവതിയുടെ ഫ്ളാറ്റിലാണ് സിദ്ധാർത്ഥ് താമസിക്കുന്നത്. കുട്ടിയെ ഉപദ്രവിച്ച വിവരമറിഞ്ഞ് കുട്ടിയുടെ പിതാവാണ് എറണാകുളം നോർത്തിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ചത്.